ഭയങ്കര ചിന്തയിലാണല്ലോ. എന്നോട് നിൽക്കുമായിരുന്നു. അവൻ്റെ ചിരിയോടെയുള്ള ചോദ്യം കേട്ടിട്ടും അവൾ അവനെ നോക്കി നിൽക്കുകയാണ്. കിച്ചണിലെ ചൂട് കൊണ്ടിട്ടോ ഇതുവരെയുള്ള ഓട്ടത്തിൻ്റെ ഫലമായിട്ട് എന്തോ അവനാകെ വേർത്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തൊട്ട് ഓരോരുത്തരെ കൊണ്ടുവരാനും വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനുള്ള ഓട്ടത്തിലായിരുന്നു അവന്. മുഖത്ത് നല്ല ക്ഷീണമുണ്ടെങ്കിലും ചെറു ചിരിയോടെ മീരയെ നോക്കി ഇരിപ്പാണ് കക്ഷി. എന്തെങ്ങനെ നോക്കുന്നേ? ഒന്നും മിണ്ടാതെയുള്ള മീരയുടെ നോട്ടം കണ്ടവൻ ചോദിച്ചു. ഒന്ന് എണീറ്റേ. അവൾ അവനോട് പറഞ്ഞത് കേട്ടെങ്കിലും അവൻ എന്താന്ന മട്ടിൽ അവളെ നോക്കി. ഒന്ന് എണീറ്റ് നിൽക്ക്. അവൾ ആവർത്തിച്ചപ്പോൾ അവൻ സ്ലാബിൽ നിന്ന് എണീറ്റു. എന്താ? നേരെ നിന്നുകൊണ്ട് അവൻ ചോദിച്ചതും മീര കാറ്റ് പോലും കടക്കാത്ത വിധത്തിൽ അവൻ ഇറുകെ പൊണുന്നു. അർജുനൊന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം ഒരു പുഞ്ചിരിയോടെ അവനും അവളെ തിരികെ പൊണുന്നു. അവനെ പുണർന്നു നിൽക്കുന്നുണ്ടെങ്കിലും കിച്ചണിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്നവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയ്യേ മീര, ഞാൻ കുളിച്ചിട്ടില്ല, വിയർത്ത് നിൽക്കുക, മാറിക്കേ. കുളിച്ചില്ലെന്ന് ഓർമ്മ വന്നതും അവൻ പെട്ടെന്ന് അവൾ അടത്തി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾ അടന്നു മാറാതെ അവനെ നെഞ്ചിലേക്ക് മുഖം പൊരുത്തി. വിയർത്ത് നിൽക്കുന്നത് ഓർത്ത് അർജുന് വല്ലായ്മ തോന്നിയെങ്കിലും അവൻ്റെ വിയർപ്പ് കലർന്ന പെർഫ്യൂമിൻ്റെ ഗന്ധം അവൾ ആവേശത്തോടെ നാസികയിലേക്ക് വലിച്ചു കയറ്റുകയാണ് ചെയ്തത്. അവനെ നെഞ്ചോരം ചേർന്ന് അങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് ഫ്രീ ആവുന്നത് പോലെ തോന്നി മീരയ്ക്ക്. മാറിക്ക മീരെ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് എത്ര വേണേലും കെട്ടിപ്പിടിച്ച് നിൽക്കാം. ദേ ആ പാലിപ്പോൾ പൊന്തിപ്പോവും. അവളെ അടർത്തി മാറ്റി ചിരിച്ചുകൊണ്ട് അവൻ പറയവേ അവൾ വേഗം ചെന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു. മൊത്തം വിയർത്തു, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അതും പറഞ്ഞവൻ അവളുടെ തലയിൽ പൊതിഞ്ഞു വെച്ച ടവലിൻ്റെ തുമ്പിൽ പിടിച്ചൊരു വലി കൊടുത്തതും അത് അഴിഞ്ഞവൻ്റെ കയ്യിലേക്ക് വന്നു. ആ ടവല് തോളിട്ട് തിരിഞ്ഞ് നടന്നവനെ കണ്ട് തുടുത്ത മുഖത്തോടെ നിന്നവൾ പെട്ടെന്ന് ഓർത്ത പോലെ അവനെ പിന്നീന്ന് വിളിച്ചു. റൂമിലോട്ട് പോകുമ്പോഴേ ഒരനക്കൊക്കെ കൊടുത്തിട്ട് വേണം പോകാൻ. അവിടെ ആശേച്ചിയും ഹസ്ബൻഡും ഉണ്ട്. അവനക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ആ മുറിയിൽ എന്തായാലും പോകണമെന്ന് അവൾക്ക് അറിയാം. അതുകൊണ്ടൊരു മുൻകരുതൽ കൊടുത്തു. അത് കേട്ടവൻ അവളുടെ മാറിയ മുഖത്തിൽ വല്ലായ്മയോടെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. അതോടൊരു ദീർഘനിശ്വാസത്തോടെ പാലിൽ തേയിലയും പഞ്ചസാരയും ഇട്ട് തിളപ്പിച്ച് എല്ലാവർക്കുമുള്ള ചായയും എടുത്തു. ഓരോരുത്തരായി ചായ ചോദിച്ചു വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് എല്ലാവർക്കും മുൻകൂട്ടി അങ്ങ് കൊടുത്തേക്കാൻ അവൾ കരുതി. സാധാരണ 5 മണി കഴിയുമ്പോൾ തന്നെ ചായ കൂടി പതിവാണ് ഇവിടെ. ഇനിയിപ്പോൾ വിവാഹത്തിൻ്റെ തിരക്കും ബഹളൊക്കെയായി അത് നടന്നില്ല. മീര ചായയുമായി ചെല്ലുമ്പോൾ പലരും അത് ആഗ്രഹിച്ചിരുന്നത് പോലെ അവളെ നന്ദിയോട് നോക്കുന്നുണ്ടായിരുന്നു. കിടക്കാൻ പറഞ്ഞു വിട്ടവൾ അങ്ങനെ കണ്ടപ്പോൾ അരുണിമയ്ക്കും വല്ലായ്മ തോന്നി. നിശ്ചയത്തിൻ്റെ അന്ന് മുതൽ അവൾ വിശ്രമം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെന്ന് അരുണിമ ഓർത്തു. അരുണിമ വന്ന് അവളുടെ കയ്യിലെ ചായ കപ്പുകൾ അടങ്ങുന്ന ട്രേ വാങ്ങി അവളെ പറഞ്ഞു വിട്ടപ്പോൾ മീര അരുണിമയുടെ മുറിയിലേക്ക് നടന്നു. ബാത്റൂമിൽ ആരോ കുളിക്കുന്നുണ്ടെന്ന് അകത്തെ വെള്ളം വീഴുന്ന ശബ്ദത്തിൽ നമ്മൾ മനസ്സിലാക്കി. ബെഡിൽ വെച്ചിരിക്കുന്ന മുണ്ടും ടീഷർട്ടും കണ്ടപ്പോൾ അകത്തുള്ളയാൾ അവൾക്ക് മനസ്സിലായി. മുറിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളില്ലാത്ത മുറി നോക്കി ഡ്രസ്സും എടുത്ത് വന്നാണ് അർജുൻ്റെ കൂലി. അകത്ത് അർജുന് തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ ഡോർ ലോക്ക് ചെയ്ത് വന്നവൾ ക്ഷീണത്തോടെ ബെഡിലേക്ക് ചെരിഞ്ഞു. അർജുൻ വരുന്നത് വരെ ഒന്ന് നെടുന്നു നിർത്തണമെന്നേ അവൾ കരുതിയുള്ളൂ. പക്ഷെ ആ കിടപ്പിൽ അവൾ മയങ്ങിപ്പോയി. കുളിച്ചിറങ്ങിയവൻ ബെഡിൽ കിടക്കുന്ന മീരയെ കണ്ട് വിടർന്ന മുഖത്തോടെ അരികിലേക്ക് ചെന്നു. അവൾ മയങ്ങുന്നത് കണ്ട് അവൾ ഉണർത്താൻ തോന്നിയില്ല. ഡ്രസ്സ് എടുത്തിട്ട് തല നന്നായി തോർത്തി മുടി ചീകി ഒതുക്കി അവൻ തിരികെ മീഡിയയുടെ അടിയിൽ വന്നിരുന്നു. തളർന്നുറങ്ങുന്നവളുടെ ചുണ്ടിൽ അരുമിയോടെ മുത്തിയവൻ കുഞ്ഞൊരു മയക്കത്തിലേക്ക് വീണവൾ അവൻ്റെ ചുണ്ടുകളിലെ തണുപ്പും കുറ്റിത്താടി മുള്ളുപോലെ മുഖത്ത് കുത്തിയതും അറിഞ്ഞപ്പോൾ മെല്ലെ കണ്ണു തുറന്നു. തൻ്റെ ചുണ്ടിൽ 2ാം വട്ടവും മുത്തുന്നവനെ കണ്ടുകൊണ്ടാണ് അവൾ കണ്ണു തുറന്നത്. അവനെ കണ്ടതും അവളുടെ ചുണ്ടുകൾ വിടർന്നു. അവൾ ഉണർന്നത് കണ്ട് 3ാം വട്ടവും 4ാം വട്ടവും 5ാം വട്ടവും അവൻ അമർത്തി മുത്തി. മീരയുടെ മനസ്സ് നിറഞ്ഞു. വീണ്ടും വീണ്ടും ആ ചുണ്ടുകളിൽ അവൻ മുത്തി. കുഞ്ഞൊരു ചിരിയോടെ കിടന്നവൾ പിന്നൊരു പൊട്ടിച്ചിരിയോടെ മുഖം തിരിച്ചതും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്കും ചെവിക്ക് പിന്നിലേക്കും മൂടി നടന്നു. ചുണ്ടുകളും കുറ്റിരോമങ്ങളും ഏൽപ്പിക്കുന്ന ഇക്കിളിയിൽ അവൾ പെടിഞ്ഞുപോയി. ഒടുക്കം അവളെ പിടിച്ചു വെച്ച് ഒരിക്കൽ കൂടി അവളുടെ ചുണ്ടുകളിൽ അമർത്തി മുത്തി ഒരു കടിയും കൊടുത്തവൻ പിന്മാറി. കിടന്നോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അളിയന്മാരൊക്കെയുള്ളതല്ലേ. അവൻ പറഞ്ഞത് കേട്ട് പാടിയ മുഖത്തോട് അവൾ തലയാട്ടി. നെറ്റിയിലൊരു ഉമ്മയും കൊടുത്ത് ഡോറ് ചാരി പോകുന്നവനെ കണ്ട് അവൾ ആ കിടപ്പ് കിടന്നു. രാത്രിയത്തെ ഫുഡ് പുറത്തു നിന്നായിരുന്നു. അളിയന്മാരും ചേട്ടാനിയന്മാരും ഒക്കെയായി അർജുൻ ടെറസിൽ കൂടി. അവരുടെ ആഗ്രഹത്തിനൊത്ത് ടെറസിൽ കൂടിയിരുന്ന് ഫുഡ് കടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങിയപ്പോൾ ഇന്നൊരു ദിവസം കൂടി പെട്ടെന്ന് കടന്നു കിട്ടാൻ പ്രാർത്ഥനയോടെ മീര അരുണിമയ്ക്കും അനിതയ്ക്കുമൊപ്പം അരുണിമയുടെ മുറിയിൽ കിടന്നു. കൃതി ഒഴിച്ചിട്ട് പോയ സ്ഥലത്ത് അന്ന് രാത്രി അനിത കയറി കൂടിയിരുന്നു. വെളുപ്പിന് 3 മണിക്കാണ് വിദ്യയ്ക്ക് എയർപോർട്ടിലേക്ക് പോകുന്നത്. കൃത്യം 3 മണിക്ക് അലാറം മുഴങ്ങുന്നത് കേട്ട് ഞെട്ടി വീണത് കൃതിയാണ്. കണ്ണു തിരുമ്പി നോക്കുമ്പോൾ അജയ് ഇപ്പോഴും തൻ്റെ മടിയിലാണ്. താൻ ചാരിയിൽ നിരപ്പിൽ ഉറങ്ങിപ്പോയത് അവൾ അപ്പോഴാണ് അറിയുന്നത്. അധികം വൈകാതെ അലാറം ശബ്ദിക്കുന്നത് കേട്ട് അജയും ഉണർന്നു.
താനിപ്പോഴും കൃതിയുടെ മടിയിലാണെന്ന് കണ്ട് അവൻ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റു. സോറിഡോ, ഞാനങ്ങ് ഉറങ്ങിപ്പോയി. തനിക്ക് ബുദ്ധിമുട്ടായില്ലല്ലോ? അവൻ വല്ലായ്മയോടെ പറഞ്ഞുകൊണ്ട് അലാറം ഓഫാക്കി. ഇതാണ് ബുദ്ധിമുട്ട്, ഞാനും ഉറങ്ങിപ്പോയി. ഇതെന്തീ നേരത്തെ അലാറം സെറ്റ് ചെയ്തേ? അവൾ സംശയത്തോടെ തിരക്കി. വിദ്യയ്ക്ക് 3 മണിക്ക് ഇറങ്ങുന്നേ. അവൻ വാടിയ ചിരിയോടെ പറയുമ്പോൾ അവൾക്കും പാവം തോന്നി. ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന കൂടപ്പിറപ്പാണ്. ഒരു നിമിഷം അവൾ അവളുടെ സ്ഥാനത്ത് തന്നെയും തൻ്റെ ചേട്ടനെയും സങ്കല്പിച്ച് നോക്കി. അടുത്ത നിമിഷം അവൾ തല കുടഞ്ഞു. സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഈ ചേട്ടൻ്റെയും ആ അനിയത്തിയുടെയും അവസ്ഥയോത്ത് സാധാരണ തോന്നിപ്പോയി അവൾക്ക്. യാത്രയാക്കാൻ പോയിക്കൂടായിരുന്നോ? ഞാനുള്ളത് കൊണ്ടാണെങ്കിൽ പോകാതിരിക്കരുത്. സന്തോഷത്തോടെ പോയി യാത്രയാക്കിയിട്ട് പോവാം. ഞാനിവിടെ ഇരുന്നോളാം, കൃതി അലിവോടെ പറഞ്ഞു. ശരം പറഞ്ഞതാ കേട്ടില്ലേ? ഞാൻ ചെന്നവന് ഇഷ്ടാവില്ല. വെറുതെ അവരുടെ സന്തോഷം കളയുന്നത് എന്തിനാ? അല്ലെങ്കിലും അവൾ എന്നേക്കുമായി വിട്ടുപോകുന്നത് കണ്ട് സങ്കടപ്പെടാൻ വേണ്ടി എന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നത്? എനിക്ക് പോകണമെന്നൊന്നുമില്ല. എന്നാലും സേഫായിട്ട് അങ്ങ് എത്തും വരെ ടെൻഷനാണ്. അവൾ ഫ്ലൈറ്റിലേക്ക് ഇത് ആദ്യമായിട്ടിടൂ. കുഞ്ഞൊരു ചിരിയോട് അവൻ ഫോണെടുത്ത് വിദ്യക്ക് കോൾ ചെയ്തു. ഹലോ ഏട്ടാ. ഫസ്റ്റ് റിങ്ങിൽ കോൾ അറ്റൻഡ് ആയതും അജയുടെ മുഖം തെളിഞ്ഞു. നിങ്ങൾ ഇറങ്ങിയായിരുന്നു വിദ്യയെ? അവൻ തിരക്കി. ആ ഇറങ്ങിയേട്ടാ, എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആരാ വിദ്യ ഈ സമയത്ത്? നീ ആ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ടോ? വിദ്യക്കൊപ്പം ശരണിൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ട് അടുത്ത നിമിഷം ആ കോള് കട്ടാവുകയും ചെയ്തു. അജയ് കൃതിയെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. താനാണെന്ന് അറിഞ്ഞു വെച്ചിട്ട് ശരൺ വാങ്ങി കോള് കട്ടാക്കിയതാണ്. അതിരുവർക്കും മനസ്സിലായി. എങ്കിലും ഒരു ഏട്ടൻ്റെ അവസാനിക്കാത്ത കരുതൽ പോലെ സേഫായിട്ട് പോകാനും എത്തുമ്പോൾ മെസ്സേജ് ഇട്ടേക്കാനും അവനൊരു വോയിസ് മെസ്സേജ് അയക്കുന്നത് കൂടെ കണ്ടതോടെ മുന്നിലിരിക്കുന്നവൻ ഒന്നും ഓർക്കാതെ ശക്തമായി പുണർന്നിരുന്നു കൃതി. അവനെ ശക്തമായി നെഞ്ചോട് ചേർത്ത് ആ നെറ്റിയിൽ ചുംബിക്കുമ്പോൾ അജയുടെ കണ്ണുനീർ തൻ്റെ ടോപ്പിലേക്ക് വീണ് തൻ്റെ ദേഹത്താ നനവ് തട്ടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. രാവിലെ ഉണരുമ്പോൾ കിച്ചണിൽ കയറണമെന്നും കോഫി ഇട്ട് അജയെ പോയി ഉണർത്തണമൊക്കെ ചിന്തിച്ചുറങ്ങിയപ്പോൾ നേരം വെളുത്തത് അറിയുന്നത് തന്നെ അജയ് ബെഡ് കോഫിയുമായി വന്ന് അവൾ ഉണർത്തുമ്പോഴാണ്. അവൻ 1-2 വട്ടം വിളിച്ചപ്പോൾ ഞെട്ടിപ്പിടിഞ്ഞ് എണീറ്റവൾ തനിക്കുള്ള ബെഡ് കോഫിയുമായി നിൽക്കുന്നവനെ കണ്ട് വല്ലാതെയായി. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോയി കിട്ടി. അവൾ നിരാശയോട് ഓർത്തു. പക്ഷെ അവൻ്റെ ചുണ്ടിലൊരു ചിരിയുണ്ട്. ഇത് വാങ്ങിക്കടോ. അവൾ കോഫി വാങ്ങുന്നില്ലെന്ന് കണ്ട് അവൻ പറഞ്ഞു. അവൾ വല്ലായ്മയോടെ ആ കോഫി കപ്പ് വാങ്ങി കയ്യിൽ പിടിച്ചു. സോറി, ഞാൻ നേരത്തെ എനിക്കൊന്ന് കരുതിയതാ, ഉറങ്ങിപ്പോയി. അവൾ തല ചൊറിഞ്ഞു. ഇത്തവണത്തേക്ക് ക്ഷമിച്ചു, ഇനി ആവർത്തിക്കരുത്. തമാശ പോലെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അരികിലേക്കിരുന്നു. ഈ ഒരു കോഫിയുടെ പേരിൽ ഇനി ടെൻഷനാവണ്ട. വിദ്യക്ക് ഞാനതൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. എന്നുമില്ല, ഒരു തോന്നൽ വരുമ്പോൾ. എന്ന് വെച്ചാ എന്നും ഇത് പ്രതീക്ഷിക്കരുത് എന്ന്. അവൻ ചിരിയോടെ പറയുന്നത് കേട്ട് അവളും ചിരിച്ചു. കുക്കിങ്ങൊക്കെ അവളും ഞാനും കൂടിയായിരുന്നു. അവൾ പോയപ്പോൾ കുറച്ച് നാൾ ഒറ്റയ്ക്ക് ചെയ്ത് ശീലിച്ചു. അതറിഞ്ഞപ്പോൾ തൊട്ട് വല്യമ്മ ഫുഡ് എത്തിക്കും. അതേ പിന്നെ കുറച്ച് മടിയനായിട്ടുണ്ട്. ഇനി അതൊക്കെ മാറ്റണം. എന്നും വല്യമ്മ കൊണ്ട് തരില്ലല്ലോ. താനത് കുടിക്ക്. കുഞ്ഞൊരു ചിരിയോടെയാണ് അവൻ്റെ സംസാരം. അതിനൊക്കെ കോഫി കൊടുക്കാൻ ഓർമ്മിച്ചതും അവൾ ആ കപ്പ് ചുണ്ടോട് ചേർത്തു. തൊട്ടടുത്താണ് അജയുടെ വല്യമ്മയുടെ വീട്. ഇന്ന് ഫുഡ് വേണമെന്ന് വല്യമ്മയോട് പറഞ്ഞേക്കേ, ഇവിടെ ഉണ്ടാക്കാം, കൃതി കോഫി കുടിക്കുന്നിടയിൽ പറഞ്ഞു. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, കുടിച്ചിട്ട് പോയൊന്ന് ഫ്രഷ് ആയിട്ട് വാ, ഡ്രസ്സ് അലമാരയിലുണ്ടേ. അവൻ അതും പറഞ്ഞ് അവളുടെ മുടി കൈകൊണ്ടൊന്ന് പരത്തിക്കൊണ്ട് റൂം വിട്ടിറങ്ങി. ആ കോഫി കുടിച്ച് തീർത്ത് കുളിച്ച് മാറാനുള്ള വേഷവും എടുത്ത് അവൾ ബാത്റൂമിൽ കയറി. അവൾ കുളിച്ച് റെഡിയായി സിന്ദൂരൊക്കെ തൊട്ടു വരുമ്പോൾ അജയ് കിച്ചണിൽ കയറിയിരുന്നു. രാവിലത്തേക്കുള്ള കൂട്ടുണ്ടാക്കി കഴിഞ്ഞു. പപ്പടവും വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തേനല്ലോ. അവൾ വീണ്ടും വല്ലായ്മയോടെ തിരക്കി. ആര് ചെയ്താലെന്താ, കഴിക്കാൻ കൊള്ളാവുന്നതായ പോരെ. അവൻ പുഞ്ചിരിച്ചു. ഞാൻ വീണ്ടും പറയുന്നു, എന്നത് പ്രതീക്ഷിക്കരുതേ, അവൻ കൂട്ടിച്ചേർത്തു. മറുപടിയൊന്നും പറയാതെ അവൾ അവനോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇടയ്ക്ക് വല്യമ്മയും മകൾ മാനസയും കൂടി വന്ന് നോക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഉച്ചത്തേക്കുള്ള ഊണുണ്ടാക്കുന്ന തിരക്കിലാണ്. അവരെ നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് വല്യമ്മയും മാനസയും പോയത്. ഏറെ നാളുകളായുള്ള ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസമായ അജയ്ക്ക് അതവൻ്റെ മുഖത്ത് കാണാനുണ്ട്. അച്ഛനും അമ്മയും മരണപ്പെട്ടപ്പോഴും വിദ്യയുടെ വിവാഹം കഴിഞ്ഞ് പോയപ്പോഴും വല്യമ്മ ഒപ്പം ചെല്ലാനാവും പോലേക്ക് നിർബന്ധിച്ചതാണ്. അന്നും ഇന്നും അവർക്കൊരു അധികപ്പറ്റായി മാറാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവൻ ആ ക്ഷണം സ്വീകരിച്ച് ഒറ്റയ്ക്ക് നിന്നത്. ഇന്ന് അജയ് സന്തോഷത്തിലാണ്. അവനേറെ സ്നേഹിച്ച, അതേപരി ഒത്തിരി മോഹിച്ച കൃതി തന്നെ ജീവിതാവസാനം വരെ കൂട്ടായി വന്നതോടെ അജയ്ക്ക് ജീവൻ വെച്ചതുപോലെയായി. അപ്പോഴും വിദ്യയുടെ അഭാവം അവൻ അലട്ടുക തന്നെ ചെയ്തു. ഇടയ്ക്കിടെ മറുപടി വന്നോ അവളവിടെ എത്തിയോ എന്നൊക്കെ അറിയാൻ അവൻ മൊബൈലെടുത്ത് നോക്കും.
പക്ഷെ നിരാശയായിരുന്നു ഫലം. അത് കണ്ട് കൃതി അവനോട് കൂടുതൽ സംസാരിക്കാനും അതുവഴി അവനോട് നന്നായി അടുക്കാനും ഒരു ശ്രമം നടത്തി നോക്കി. അവൾ അടുക്കാൻ വന്നതോ അവളോടൊട്ടാൻ കാത്തു നിൽക്കായിരുന്ന അജയ് ആ അവസരം നന്നായി ഉപയോഗിക്കുകയും ചെയ്തു. അന്ന് കൃതിയുടെ വീട്ടിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ആളുകൾ വരുന്നത് കൊണ്ട് അവർക്കുള്ള ഫുഡ് പുറത്തുനിന്നാക്കി. വല്യമ്മയും വല്യച്ഛനും മക്കളും ആദ്യമേ വീട്ടിൽ സ്ഥാനം പിടിച്ചു. തൊട്ടടുത്ത് താമസിക്കുന്നത് കൊണ്ട് അവർ മാത്രമേ ഉള്ളൂ. വൈകിട്ടോടെ അലമാരയും വാഷിംഗ് മെഷീനും അല്ലറ ചില്ലറ ഗൃഹോപകരണങ്ങളും പഴക്കുലയും മധുരപലഹാരങ്ങളും ഒക്കെയായി കൃതിയുടെ കുടുംബം മുഴുവനെത്തി. ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. കൃതി അമ്മയെ ഒതുക്കത്തിൽ കിട്ടിയപ്പോൾ തിരക്കി. അതിനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചവർ വീട് മുഴുവൻ കണ്ണോടിച്ചു. അത്യാവശ്യം വലിപ്പമുള്ള ഇരുനില വീടാണ് അജയുടേത്. വല്യമ്മയും വല്യച്ഛനും മക്കളും കൂടി വരുന്നവരെയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. വിദ്യ പോയോടി? മീര അവളുടെ അടുത്തേക്ക് വന്നതുകൊണ്ട് തിരക്കി. ഇന്ന് വെളുപ്പിന് പുറപ്പെട്ടു അജയ് പറഞ്ഞടി. അവൾ പറഞ്ഞു. ഇവിടെയല്ലോ ഓക്കെ അല്ലേ? മീര ചോദിച്ചു. അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. ഇവർക്കൊപ്പം പോയിട്ട് 2 ദിവസം കഴിഞ്ഞല്ലേ നിങ്ങൾ വരത്തുള്ളൂ? ആളിലിരുന്ന വല്യച്ഛൻ ചോദിക്കുന്നത് കേട്ട് അജയും കൃതിയും പരസ്പരം നോക്കി. വരുമ്പോൾ വീട്ടിലേക്ക് വന്നാൽ മതി, രണ്ടാളിവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. അവിടെയാകുമ്പോൾ വല്യമ്മയും മാനസൊക്കെ ഉണ്ടല്ലോ മോൾക്ക് കൂട്ടിന്. വല്യച്ഛൻ പറയുമ്പോൾ അജയ് തന്നെ തീരുമാനം പറഞ്ഞു. കൃതിക്കൊരു വല്ലായ്മ തോന്നി. ഭാര്യ വീട്ടിൽ പോയി തങ്ങുന്നെന്ന പേരിൽ വല്യച്ഛനോ വല്യമ്മയോ എന്തെങ്കിലും പറയുമോ എന്നവൾ ഓർത്തു. എന്നാൽ അവരാരും അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും പറഞ്ഞില്ല. അജയുടെ തീരുമാനം പറഞ്ഞ പരിണിമയ്ക്കും മറുത്തിനും മീരയ്ക്കും സന്തോഷമാണ് ഉണ്ടായത്. പക്ഷെ ബന്ധുക്കൾ പലരും മുറുമുറുക്കുന്നുണ്ട്. പക്ഷെ പുറമേക്ക് ഒന്നും പറഞ്ഞില്ല. അജയുടെ വല്യമ്മയും കുടുംബവും വന്നവരെയൊക്കെ നന്നായി തന്നെ സൽക്കരിച്ചു. ഒടുവിൽ ചെക്കനെയും പെണ്ണിനെയും കൂട്ടി അവർ പോകാൻ ഇറങ്ങിയതും വല്യമ്മ വന്ന് അജയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നിനക്ക് ഞങ്ങളുടെ കൂടെ നിന്നാ പോരെ അജൂട്ട, ഒരു അനാഥനെ പോലെ നീ. വല്യമ്മ കണ്ണു നിറച്ചു. വല്യമ്മ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനാ? അത് എൻ്റെ കുടുംബമല്ലേ, ഞാൻ സന്തോഷത്തോടെ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ഇവിടെയും വല്യമ്മയുടെ അടുത്തൊക്കെ വന്ന് നിൽക്കാന്നേ. അവൻ ആശ്വസിപ്പിച്ചുകൊണ്ട് വല്യമ്മയെ അടർത്തി മാറ്റി. എല്ലാവരോടും യാത്ര പറഞ്ഞ് അജയ് അവർക്കൊപ്പം അവൻ്റെ തിങ്സൊക്കെ എടുത്ത് പുറപ്പെട്ടു. അജയ്ക്ക് വീട്ടിൽ നല്ല സ്വീകരണമായിരുന്നു. വീട്ടിലേക്ക് വന്ന മരുമകനെ ഒരു ഇഷ്ടക്കേടും തോന്നാതെ അരുണിമയും അർജുനും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അവനൊരു മുശ്ശിലുണ്ടാവാതെ അർജുനും മറ്റു ബന്ധുക്കളും ഒക്കെ അവനോട് നന്നായി തന്നെ ഇടപെട്ടു. സന്ധ്യയോടെ ബന്ധുക്കൾ ഓരോരുത്തരായി യാത്ര പറഞ്ഞ് പോയി തുടങ്ങി. ഒടുവിൽ അവരൊരു കുടുംബം മാത്രമായി. താനും മക്കളും മരുമക്കളും ഒപ്പം രാജുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന് അരുണിമ ഓർക്കുകയും ചെയ്തു. മരുമകന് വേണ്ടി അന്ന് രാത്രി അരുണിമ ചിക്കനും ബീഫും മീനൊക്കെയായി നല്ലൊരു അത്താഴം തന്നെ ഒരുക്കി. അതൊക്കെ കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ് ഹാളിൽ വന്നിരുന്ന അർജുനോട് സംസാരിക്കുന്നവൻ്റെ മുഖത്ത് ഭാവങ്ങളിലേക്കായിരുന്നു കൃതിയുടെ ശ്രദ്ധ അത്രയും. അവനിവിടെ ഹാപ്പിയാണോ എന്നായിരുന്നു അവളുടെ ചിന്ത മുഴുവനും. അവൻ്റെ ചിരിച്ച മുഖം കാണുമ്പോൾ അവൾക്ക് ആശ്വാസം തോന്നുന്നു. അർജുൻ ഒരു കൂട്ടുകാരനോടെന്ന പോലെ പണ്ടത്തെ കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞും കളിയാക്കിയുമൊക്കെ അവനോട് അടുക്കുമ്പോൾ ഇടയ്ക്കിടെ അജയ് അവൻ്റെ തമാശയിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അത് കണ്ട് കൃതിയുടെ മനസ്സ് നിറഞ്ഞു. എടാ ചെക്ക, അവർ കിടന്നോട്ടെ, നേരെ ഒരുപാടായി. അരുണിമ ഇടയ്ക്ക് വന്ന് അവൻ ഓർമ്മിപ്പിച്ചു. എന്നാ പിന്നെ അളിയൻ പോയി കിടന്നോ. കൃതി. അർജുൻ കിച്ചണിലേക്ക് നോക്കി വിളിച്ചതും കൃതി വെള്ളവും എടുത്ത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വന്നു. കൃതി സ്റ്റെയർ കയറിയത് പിന്നാലെ അജയും ചെന്നു. അവൻ മുറിയിലേക്ക് കയറിയതും വെള്ളം വെച്ചിട്ട് അവൾ തിരികെ വന്ന് ഡോറ് ലോക്ക് ചെയ്ത് തിരിയുന്ന നേരം തൊട്ട് പിന്നിൽ അജയെ കണ്ട് അവളൊന്ന് ഞെട്ടി. എന്താ? തൊട്ടു മുന്നിൽ അവനെ കണ്ട് അവൾ തിരക്കുമ്പോഴേക്കും അവൻ അവളെ മുന്നോട്ടാഞ്ഞ് പുണർന്നിരുന്നു. താങ്ക് യു. വീണ്ടും ഞെട്ടി നിന്നവളുടെ കാതിൽ ചുണ്ടു ചേർത്തവൻ പറയുമ്പോൾ അവളുടെ മുഖം തുടിച്ചിരുന്നു. ആ നന്ദി വാക്ക് എന്തിനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. നിങ്ങളും പോയി കിടന്നോ, ക്ഷീണുണ്ടാവില്ലേ? കിച്ചൺ ഡോർ ലോക്ക് ചെയ്ത് സ്വന്തം മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ അരുണിമ അർജുനോടും മീരയോടായി പറഞ്ഞു. അരുണിമ മുറിയിൽ കയറുന്നത് കണ്ട് അർജുൻ മീരയുടെ തോളിൽ കൈയെടുത്ത് തന്നോട് ചേർത്ത് നിർത്തി. അവൻ്റെ മുഖത്തെ കള്ളച്ചിരി കണ്ടവൾ പുരികം പൊക്കി. ഒരാഴ്ചയായി മൂടിക്കെട്ടിയ മുഖത്ത് തെളിഞ്ഞു കണ്ടല്ലോ. അവനവളുടെ മൂക്കിൽ മൂക്കുരസി. അവൾ പെട്ടെന്നൊരു ഗൗരവം വരുത്താൻ ശ്രമിച്ചെങ്കിലും അവനെ കളിയാക്കി ചിരി കണ്ട് മീരയും ചിരിച്ചുപോയി. ഇന്ന് മനോജിൻ്റെ വിവാഹമാണ്. വിവാഹത്തിന് പോകാൻ ഒരുങ്ങുകയാണ് അർജുനും കുടുംബവും. നാളെയാണ് അർജുൻ തിരികെ പോകുന്നത്. 1 മാസത്തെ അവധി ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ആ സങ്കടത്തിലാണ് മീരയും അർജുനും. നിന്റെ ഭാര്യയ്ക്ക് എന്താടാ ഒരു സങ്കടം പോലെ? ഡോറ് പൂട്ടി ഇറങ്ങുമ്പോൾ അരുണിമ അർജുനോട് തിരക്കി. കൃതിയും അജയും ഒക്കെയുണ്ട് മനോജിൻ്റെ വിവാഹത്തിന്. കൃതി മീരയുടെ മുഖം കണ്ട് ചിരിയൊതുക്കി നിൽപ്പാണ്. അവരെ ഇട്ട് വിഷമിപ്പിക്കാതെ മീരയെ കൂടെ കൊണ്ടുപോകാൻ അളിയനോട് പറഞ്ഞൂടെ നിങ്ങൾക്ക്? അജയ് കൃതിയോട് അവൾക്ക് കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു.
അത് പിന്നെ ഏട്ടൻ നാളെ പോവല്ലേ, ആ സങ്കടമായിരിക്കും. കൃതി അജയെ നോക്കി കണ്ണിറുക്കി അമ്മയോട് പറഞ്ഞു. അർജുൻ മീരയെ നോക്കി. മീര അവനെ നോക്കി കഷ്ടപ്പെടുന്ന ചിരിക്കാൻ ശ്രമിച്ചു. അർജുന് പാവം തോന്നി. തന്നോടൊപ്പം ജീവിക്കാൻ അവൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ മനസ്സവന് മനസ്സിലാവുന്നുണ്ട്. അവളിവിടെ തനിച്ചാക്കി പോവുക എന്നത് അവനും ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അജയ് വന്നിട്ട് മാസമൊന്നും തികഞ്ഞില്ല. അവരുടെ പുതുമോടിയും ഹണിമൂണിനൊക്കെ ഇടയിൽ അമ്മയെ അവർക്കൊപ്പം നിർത്തി താൻ തൻ്റെ ഭാര്യയും കൂടി സ്ഥലം വിട്ടുവെന്നവന് തോന്നുമോ എന്നൊരു ചിന്ത അവനെ കുറച്ചായി അലട്ടുന്നു. എന്നാലോ അവളെ പിരിഞ്ഞു പോകാനും മനസ്സനുവദിക്കുന്നില്ല. കുറച്ച് ദിവസമായി മീരയുടെ മുഖത്ത് സന്തോഷവും ചിരിയൊക്കെ കണ്ടിട്ട് എപ്പോഴും എന്തൊക്കെയോർത്ത് കണ്ണു നിറക്കുന്നത് കാണാം. അതൊക്കെ കാണുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ ഒത്തിരി ആഗ്രഹം തോന്നും. അമ്മയെ കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി അമ്മയെ വിളിച്ച് നോക്കിയെങ്കിലും വരുന്നില്ലെന്ന് അരുണിമ തീർത്ത് പറഞ്ഞു. മീരയും കൂട്ടി പോയിക്കോ എന്നൊരു വാക്ക് അരുണിമ പറഞ്ഞിരുന്നെങ്കിൽ പോകാമായിരുന്നു എന്നവൻ ഓർത്തെങ്കിലും അങ്ങനൊന്നും ഉണ്ടായില്ല. അതോടെ അവനും നിരാശയായി. അസുഖകരമായ ഒരു മൗനം അവിടെ നിറയുമ്പോൾ മീരയുടെ കണ്ണ് നിറഞ്ഞു. ആ കണ്ണുനീര് കണ്ട അർജുൻ്റെ മനസ്സും നുലഞ്ഞു.